ഹലോ ഗൈസ്, നമ്മുടെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പൊട്ടാറ്റോ മസാലയാണ്. നമുക്ക് ഇത്തിരി നോൺ വെജ് ഫ്ലേവർ ഒക്കെ പോലെ തോന്നുന്നൊരു വെജ് മസാലയാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണിത്. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കുക, 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഒഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. പിന്നെ ഒരു 3 വലിയ സൈസ് പൊട്ടാറ്റോ എടുത്ത് ഇതുപോലെ അത്യാവശ്യം സൈസിൽ ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഞാൻ ഒരു മസാല ഇട്ടിട്ടുള്ള നേരെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഓയിലിൽ ജസ്റ്റ് ഫ്രൈ ചെയ്തെന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ആ സെയിം പാനിൽ തന്നെ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ട് ആ സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഹോൾ സ്പൈസസ് ലൈക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഇത്തിരി പെരിഞ്ചീരകം, എന്നിട്ട് 2 വറ്റൽ മുളക് ഉണ്ടല്ലോ അത് കീറിയിട്ടിട്ടേക്കണേണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്തിന് 2 വലിയ സൈസ് ഓണിയനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ നല്ല വേഗം ടേസ്റ്റും ഉണ്ടാകും, വേഗം വഴന്നും കിട്ടും. ഉപ്പിട്ടിട്ട് കുറച്ചും കൂടി വഴറ്റാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ചെറിയ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല, മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഇതാകും തിളക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത പൊട്ടറ്റോ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം ഒരു പുളിവെള്ളം ഒഴിക്കുക, പുളിയുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. പിന്നെ ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത്തിരി ചിക്കൻ മസാല ഉണ്ടല്ലോ അതിടാം, വെജ് മസാല ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ ടൊമാറ്റോ ഞാൻ മിക്സിയിലിട്ട് അരച്ചതാണ്, 2 ടൊമാറ്റോ വലുത്, അതിൻ്റെ പ്യൂരിയും കൂടി ഇടാം. എന്നിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇത്തിരി ഒരു കുറച്ച് ടേസ്റ്റിന് പഞ്ചസാര ഇടാം, വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. എന്നിട്ട് അടച്ച് 5 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തുറന്നിട്ട് ഇത്തിരി ഒരു പാൽ ഒഴിക്കുക, പച്ചപ്പാലോ തിളച്ച പാലോ ഒഴിച്ചിട്ട് കുറച്ച് കസ്തൂരി മേത്തി കൂടി ഇട്ടിട്ട് നന്നായിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം റെഡിയായി. അത്രേ ഉള്ളൂ ഗൈസ്.